പൊതുമേഖലാ സ്ഥാപനങ്ങൾ മത്സരക്ഷമമാക്കി ലാഭമുണ്ടാക്കുന്ന നയം വിജയത്തിലേക്ക് കുതിക്കുകയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. പൂർണ്ണമായും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ ഔഷധ നിർമ്മാണ സ്ഥാപനമായ ആലപ്പുഴയിലെ KSDP എന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോൾ ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. KSDP 50ാം വാർഷികാഘോഷവും മെഡിമാർട്ടും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂർണ്ണമായും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ ഔഷധ നിർമ്മാണ സ്ഥാപനമായ ആലപ്പുഴയിലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോൾ ലാഭത്തിലാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന KSDPയുടെ 50ാം വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനവും ന്യായവിലയ്ക്ക് ഔഷധങ്ങൾ ലഭിക്കുന്ന മെഡിമാർട്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 50ാം വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. KSDPയുടെ മെഡിമാർട്ട് അത് വരുന്ന വഴിക്ക് തന്നെ നാടൻ മുറിക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. 50 വർഷം എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാണ് മുന്നോട്ട് പോയതെന്നാണ് സ്വാഗത പ്രാസംഗികനായ ചെയർമാൻ ഇവിടെ വിശദീകരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ C അച്യുതമേനോൻ്റെ കാലഘട്ടത്തിലാണ് TV തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിത്വം. അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് KSDP എന്ന നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു അടുക്കള എന്ന നിലയിൽ ഒരു സംവിധാനം KSDP എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ്. അതാണ് ഇപ്പോൾ IV ഫ്ലൂയിഡിൻ്റെ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി വെച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓങ്കോളജി പാർക്കും അതിൻ്റെ അവസാന ഘട്ട അംഗീകാരത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായ വകുപ്പിന്റെ കീഴിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ 24 ലാഭകരമായി പ്രവർത്തിക്കുന്നത് നാടിന് അഭിമാനകരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റവരവ് ഈ വർഷം 5119 കോടി 18 ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലാഭം 100 കോടിയിലധികമാക്കി ഉയർത്താൻ KSDPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റവരവ് ഉണ്ടായത്. അന്നത്തെ വിറ്റവരവിന്റെ പ്രധാന ഭാഗം വന്നത് സാനിറ്റൈസർ നിർമ്മാണത്തിലൂടെയാണ്. ഇപ്പോഴത്തെ വിറ്റവരവ് പ്രധാനമായും മരുന്ന് നിർമ്മാണത്തിലൂടെ തന്നെയാണ്. ഓങ്കോളജി പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ KSDP രാജ്യത്തെ തന്നെ ശ്രദ്ധേയമായ പൊതുമേഖലാ സ്ഥാപനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കാഴ്ചപ്പാട് പൊതുമേഖലയെ മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക എന്നതാണ്. കയർ കോർപ്പറേഷനും കയർഫണ്ടും ലാഭം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1156 കോടി രൂപയുടെ വിറ്റവരവുള്ള സ്ഥാപനമായി സംസ്ഥാനത്തെ കെൽട്രോൺ മാറിയെന്നതും അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. KSDPയിൽ ചേർന്ന യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSDPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. 50 വർഷക്കാലം ഒരു പൊതുമേഖലാ സ്ഥാപനം ഒട്ടനവധി വരുന്ന വെല്ലുവിളികളെ, പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഈ സ്ഥാപനം ആരംഭിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ പിന്നിട്ട കാലയളവിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്ത എല്ലാവരെയും സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അരനൂറ്റാണ്ട് KSDPയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും സംഭവബഹുലമായൊരു കാലയളവാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. 70കളിലെ ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഈ മഹത്തായ സ്ഥാപനം ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിക്കുന്നത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ C അച്യുതമേനോൻ KSDP ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ ബ്രാൻഡ് ചെയ്ത് പൊതുവിപണിയിൽ വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ലഭിച്ച ബ്രാൻഡ് നെയിമുകളായ കേരാംസോൾ പ്ലസ് കഫ് സിറപ്പ്, കേരപിപ്സ് ഇഞ്ചക്ഷൻ, കെരാമസിൻ ടാബ്ലറ്റ് എന്നിവയുടെ വിൽപ്പന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി പി രാജീവ് KSDP MD EA സുബ്രഹ്മണ്യന് കൈമാറി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. KSDP സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനാണ്
മെഡിമാർട്ട് ആരംഭിച്ചത്. ഇവിടെ മരുന്നുകൾ 10 മുതൽ 20% വരെ വിലക്കുറവിൽ ലഭ്യമാക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.